ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ് ശരിക്കും പറഞ്ഞാൽ ബിയാസ് നഴ്സിംഗ് അഡ്മിഷൻസിനെ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അത് ബിയാസ് നഴ്സിംഗ് കേരള അഡ്മിഷൻസിൻ്റെ പ്രോസസ്സ് എങ്ങനെയായിരിക്കും? ഒരു സോഫാർ നമുക്കൊരു എൻട്രൻസിൻ്റെ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എൻട്രൻസ് ഉണ്ടാകുമോ? അതുപോലെ തന്നെ കർണാടകയിലെ ഒരു ലാസ്റ്റ് ചാൻസ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസും കൂടി വന്നിട്ടുണ്ട് ബിയാസ് നഴ്സിംഗിലേക്ക്. അപ്പോൾ നമ്മൾ തീർച്ചയായും തമിഴ്നാടിൻ്റെ കേസ് എങ്ങനെയായിരിക്കും? അപ്പോൾ അഡ്മിഷൻസിന് സാധ്യതകൾ അതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അപ്പോൾ നിലവിൽ എന്തായാലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട് ബിയാസ് നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്നവർ കേട്ടോ. അപ്പോൾ നഴ്സിംഗ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ വരും. അപ്പം നിങ്ങൾ ചാനലിലെ വീഡിയോസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ ബിയാസ് നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് എല്ലാവരും തന്നെ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് കേരള തന്നെയാണ്. പക്ഷേ കേരളത്തിലെ നഴ്സിംഗ് കോളേജിൻ്റെ 5-6 ഇരട്ടി അധികം ആപ്ലിക്കൻസ് നമ്മുടെ കേരളത്തിൽ ബിയാസ് നഴ്സിംഗിന് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയധികം നല്ല മാർക്ക് ഇപ്പോൾ കേരളത്തിലെ എൻട്രൻസ് ഇല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മാർക്ക് ബേസ്ഡ് ആയിരിക്കും. കംപ്ലീറ്റ്ലി മാർക്ക് ബേസ്ഡ് ആണെങ്കിൽ 0.1 പോലും വളരെ 0.2 എല്ലാം ഭയങ്കര വാല്യുബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കേരളത്തിൽ തന്നെ പ്രിഫറൻസ് വെച്ചോളുക. പക്ഷെ നമ്മൾ സെക്കൻഡ് ഓപ്ഷനായിട്ട് നമ്മൾ കേരള നിയർ ബൈ വെക്കുന്ന എപ്പോഴും നമ്മൾ കർണാടക ആസ് വെൽ ആസ് തമിഴ്നാടായിരിക്കും. സോ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ഒരിക്കലും ഞങ്ങൾ മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോവില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ലാസ്റ്റ് മിനിറ്റിൽ പോയ സിറ്റുവേഷൻസ് എന്നോട് ഒപ്പീനിയൻ ചോദിച്ചു വെക്കുക. പക്ഷേ നമുക്ക് പോകുമ്പോൾ തന്നെ ഇപ്പോൾ ഔട്ട്സൈഡ് കേരള നമ്മൾ പോകുന്നു തീരുമാനിച്ചെങ്കിൽ നമ്മൾ പ്രീ കോളേജസ് കുറേ അഡ്വർടൈസ്മെൻറ്റ്സും ഡേ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അഫിലിയേഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കേരളത്തിന് പുറത്തായിക്കോട്ടെ പഠിച്ചിട്ട് യാതൊരു വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നിലവിലുള്ള നല്ല സ്ട്രാറ്റജി പോകുന്ന ഒരു കോളേജിൽ അഡ്മിഷൻ വേണമെങ്കിൽ കർണാടകയിൽ നിൽക്കുമ്പോൾ നിലവിൽ അഡ്മിഷൻസ് സെക്കൻഡ് ഓപ്ഷനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ KE എൻട്രൻസ് കർണാടക എൻട്രൻസ് എഴുതണം. അപ്പോൾ എൻട്രൻസ് ലാസ്റ്റ് ഒരു ചാൻസും കൂടി നമുക്ക് തന്നിരിക്കുകയാണ് അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് നമുക്ക് 15-ാം തീയതി വരെ ഈ മാസം നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഓൾമോസ്റ്റ് 2500 വരും മാനേജ്മെൻറ്റ് കോട്ടയിലെ സീറ്റിലേക്ക് വേണ്ടിയിട്ടാണ്. കർണാടകയിൽ തന്നെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഫാക്ടർ നമുക്ക് KE വഴി നമുക്കൊരു അഡ്മിഷൻസ് ലഭിക്കുകയാണെങ്കിൽ അവരുടെ എൻട്രൻസ് ത്രൂ തന്നെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന പ്രയോറിറ്റൈസ് ചെയ്യുന്ന കോളേജസൊക്കെ ഡൊണേഷൻ ഒന്നുമില്ലാതെ നല്ല സ്റ്റാൻഡേർഡ് കോളേജസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പ്രൊവിഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചില കോളേജസിലൊക്കെ വളരെയധികം ഹൈ ഫീസാണ്, 10 lakh എബോവ് ഫീസ് വരുന്ന ഒത്തിരി അധികം കോളേജസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു, 10 ലക്ഷത്തിൽ കൂടുതലുള്ള കോളേജ് പഠിക്കുന്നതോ 10 ലക്ഷത്തിൽ കുറവ് കോളേജിൽ പഠിക്കുന്നതല്ല. അഫിലിയേഷനുള്ള കോളേജിൽ അത്യാവശ്യം ടീച്ചിങ് സപ്പോർട്ട്. അപ്പോൾ ഞാൻ അഫിലിയേഷനോടൊപ്പം തന്നെ ടീച്ചിങ് സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം സെമസ്റ്റർ സിസ്റ്റമാണ്. ഞാനൊരു ലെക്ചററാണ്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ ഓൾ എനിക്ക് ഒരു നഴ്സിംഗ് കോഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഒന്നും പഠിക്കാനില്ലെന്ന് വിചാരിച്ചാൽ ആരും നഴ്സിംഗിലേക്ക് വരരുത്. പലരും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. കുട്ടികൾ പലപ്പോഴും പഠിക്കാനൊന്നും ഇത്ര ഉണ്ടെന്ന് വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈവൻ ട്യൂഷൻസിനൊക്കെ കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറഞ്ഞു വെച്ചാൽ നമുക്ക് അത്യാവശ്യം ലാംഗ്വേജ് വേണം, ആസ് വെൽ ആസ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ പേര് പോകുന്നതുകൊണ്ട് ഞാൻ നഴ്സിങ്ങിന് പോകുന്നതല്ല. അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി സൈഡ് ഹൈ ആണെന്ന് പറഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം നല്ല കഷ്ടപ്പെടാനുള്ളൊരു മനസ്സ് വേണം. അതുമാത്രമല്ല നല്ല മാർക്ക് ഉണ്ടെങ്കിൽ കേരളത്തിൽ അഡ്മിഷൻ പോസിബിൾ. കേരളത്തിന് പുറത്താലും എൻട്രൻസിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉള്ള സാഹചര്യത്തിൽ നല്ല കോളേജസിൽ അഡ്മിഷന് നമുക്ക് ഡെഫിനറ്റ്ലി നല്ല എൻട്രൻസ് അറ്റൻഡ് ചെയ്യണം, മാർക്കും വേണം. അതുപോലെ തന്നെ ഇപ്പം തമിഴ്നാടിൻ്റെ കേസ് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ തമിഴ്നാടിൻ്റെ സോഫാർ നമുക്കങ്ങനെ ഒരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടില്ല. പക്ഷേ തമിഴ്നാട്ടിലാണ് ഒത്തിരി അധികം കോളേജ് അഫിലിയേഷൻ ഇഷ്യൂസ് ഉള്ള കോളേജസ് ഉണ്ട്, ജെനുവിനായിട്ട് നല്ല ടീച്ചിങ് സപ്പോർട്ടുള്ള കോളേജസും ഉണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ടൈം വരുന്നതനുസരിച്ച് ഞാൻ ചാനൽ അപ്ഡേറ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ മദേഴ്സ് നഴ്സിംഗ് ഒഫീഷ്യൽ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോമൺ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാൻ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ അപ്പോൾ നഴ്സിംഗിൻ്റെ മറ്റൊരു തുടർ പഠനത്തെക്കുറിച്ചും ഒത്തിരിയധികം വീഡിയോസ് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഹയർ സ്റ്റഡീസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ KEയുടെ കാര്യം ഞാൻ പറയാം, 15-ാം തീയതി വരെ ഈ ഒരു ഓപ്ഷൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാര്യം നിങ്ങൾ ഏതെങ്കിലും സാഹചര്യം നിങ്ങൾ കേരളം തന്നെ വെച്ചോളുക പ്രിഫറൻസ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ എപ്പോഴും കേരളത്തിന് പുറത്ത് കർണാടക, തമിഴ്നാട് ഇത് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. തമിഴ്നാടാണ് നല്ല കോളേജസിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അത്യാവശ്യം മാർക്ക് വേണം. തീരെ ലോക്കലോടുക്ക് കോളേജസ് ഒത്തിരി അധികം ഉണ്ട്. അവിടെ പോയി പഠിച്ചതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രാക്ടിക്കൽ സൈഡ്. നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ സ്കില്ലും അറ്റ് ദ സെയിം ടൈം തിയററ്റിക്കൽ നോളജും വേണം. ഇതൊന്നുമില്ല നിങ്ങളൊരു അഡ്വർടൈസ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇതിൽ പോയിട്ട് കാര്യമില്ല. അപ്പോൾ കോളേജ് കുറേ വലിയ ക്യാമ്പസ്. ചിലരൊക്കെ അതിൻ്റെ കുട്ടികൾ പറയുന്നത് ക്യാമ്പസിൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി കുട്ടികൾ ഇൻട്രാക്ട് ചെയ്യുന്നത് വെച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ ക്യാമ്പസ് ചെറുതാണ്, അതിൻ്റെ അപ്പിയറൻസ് പോരാ. അപ്പോൾ അപ്പിയറൻസ് മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ കോളേജ് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചിങ് സപ്പോർട്ടും കൂടെ ഇല്ലെങ്കിൽ നമുക്ക് എക്സാം ക്ലിയർ ആവണം. ഡെഫിനറ്റ്ലി എക്സാം ക്ലിയർ ആവണമെങ്കിൽ നല്ലൊരു ടീച്ചിങ് ബാക്കപ്പ് വേണം. നിങ്ങളുടെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു മെൻറ്റാലിറ്റി വേണം. അപ്പോൾ ഇതൊക്കെ നല്ല നോക്കിയിട്ട് തന്നെ സോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എല്ലാ കോളേജസും 100% പെർഫെക്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അത്യാവശ്യം ജെനുവിനായിട്ട് പോകുന്ന കോളേജസ് തന്നെ എപ്പോഴും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിലും അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സോർട്ട് ചെയ്യുന്നതിന് സംശയമുള്ളവർ ഒഫീഷ്യൽ നമ്പറിൽ തന്നെ മദേഴ്സ് നഴ്സിംഗ് ഒഫീഷ്യൽ നമ്പറിൽ ചോദിക്കുക.
അതുപോലെ തന്നെ എനിക്കിനകത്ത് പറയാനുള്ളത് ഇപ്പം ബിയാസ് നഴ്സിംഗ് അല്ല, ഇപ്പോൾ കേരള അല്ല, മറ്റേ സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജനറൽ നഴ്സിംഗ് ഫോക്കസ് ചെയ്യാൻ ഗവൺമെൻറ് ജനറൽ നഴ്സിംഗിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇഷ്ടമധികം ചെയ്തിട്ടുണ്ട്. അപ്ഡേഷൻസ് ഞാൻ ചാനൽ ഇടുമ്പോൾ കൃത്യമായിട്ട് വീഡിയോ ഫോളോ ചെയ്യുക. എനിവേ ബിയാസ് നഴ്സിംഗ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു അവസരം 15-ാം തീയതിയിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ട് KEയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ CET എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക. എനിവേ ഞാൻ എല്ലാവരോടും അപ്ലൈ ചെയ്യാനേ പറയുള്ളൂ. കാര്യം നമുക്ക് അത്രയധികം വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് 3-4 ഇയേഴ്സിലെ പ്രീവിയസ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കാണാം, ഒത്തിരി അധികം നമുക്ക് നഴ്സിംഗിൽ ഒത്തിരി അധികം കുട്ടികളിലേക്ക് വരും, അവർക്ക് അഡ്മിഷൻ ലഭിക്കാൻ ലാസ്റ്റ് മിനിറ്റ് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന പേഴ്സണലി ഒത്തിരി കണ്ടിട്ടുള്ള സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞതിലുപരി ജെനുവിൻ ആയിട്ടുള്ള നല്ല കോളേജസ് സോർട്ട് ചെയ്യാനും സെലക്ട് ചെയ്യാനും നമുക്ക് KE എപ്പോഴും ഹെൽപ്ഫുള്ളാണ്. നല്ല കോളേജസ് എടുക്കാൻ KEയുടെ എൻട്രൻസ് അവർ നോക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ KEയുടെ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്ത് വെക്കുക. ബിയാസ് നഴ്സിംഗ് കേരള ഫോക്കസ് ചെയ്യുന്നവർ +2ൻ്റെ നല്ല ഉന്നത വിജയം നേടിയെടുക്കാനും കൂടി ശ്രമിക്കുക. കാര്യം എന്നാൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ കേരളത്തിൽ കിട്ടുകയുള്ളൂ എന്നതാണ് ആദ്യം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എനിവേ നഴ്സിംഗ് ബേസിൽ മറ്റൊരു അപ്ഡേഷണൽ വീഡിയോ ആയിട്ട് കാണുന്നവരുടെ ടിൽ ദെൻ താങ്ക് യു.